ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കപ്പയും മുരിങ്ങയും കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങയൊക്കെ എടുത്ത് ഉരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ ഒരു വിസിലാണ് വെച്ചത്. ഇത് കഷ്ണം നന്നായിട്ട് ഉടഞ്ഞു പോരുത്, അതായത് കഷ്ണമായിട്ട് കിടക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയിൽ ജീരകം ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ തേങ്ങ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിൽ കഷ്ണം വേണം കേട്ടോ. ഇത് അങ്ങനെ കംപ്ലീറ്റ് ഉടയാൻ പാടില്ല. അപ്പോൾ തിളച്ച കറിയിലേക്ക് നമ്മളിതാ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതേ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ മുരിങ്ങയിലയും കൂടെ ഒന്ന് വേവണം. അപ്പോൾ മുരിങ്ങയിലയും കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.